നല്ല നിറം, നല്ല തുടുത്ത കവിള് സൗന്ദര്യത്തിൻ്റെ ഏതാണ്ട് പകുതി ഭാഗമായെന്ന് പറയാം. നിറക്കുറവും ഒട്ടിയ കവിളുകളും ഒക്കെ സൗന്ദര്യത്തെ കെടുത്തുന്ന ഘടകങ്ങളാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. നല്ല നിറം എന്നത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. നല്ല ഭക്ഷണം മുതൽ ചർമ്മ സംരക്ഷണം വരെ ഇതിൽ പ്രധാനമാണ്. തുടുത്ത കവിളുകൾ ഒരു പരിധിവരെ അല്പം വണ്ണമുള്ളവർക്കുള്ളതാണ്. എന്നാൽ മെലിഞ്ഞവർക്കും ഇത് സ്വന്തമാക്കാം. നല്ല നിറവും തുടുത്ത കവിളും സ്വന്തമാക്കാനുള്ള ഒരു പ്രത്യേക വഴിയെക്കുറിച്ച് നമുക്ക് നോക്കാം. നമുക്കത് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇത് തയ്യാറാക്കുന്നത് ഓറഞ്ചിൽ നിന്നാണ്. സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും എല്ലാം മികച്ചതാണ് ഓറഞ്ച്. വിറ്റമിൻ സിയുടെ മുഖ്യ ഉറവിടമായ ഇത് നല്ലൊരു ബ്ലീച്ചിങ് ഏജന്റ് കൂടിയാണ്. ധാരാളം ആന്റി ഓക്സിഡന്റുകളും ബ്ലീച്ചിങ് ഏജന്റായി പ്രവർത്തിക്കുന്ന സിട്രിക് ആസിഡും എല്ലാം തന്നെ ഇതിൽ ധാരാളമുണ്ട്. ഇത് കഴിക്കുന്നതും മുഖത്ത് പുരട്ടുന്നതും എല്ലാം തന്നെ നല്ലതാണ്. ചർമ്മം വെളുപ്പിക്കാനുള്ള നല്ലൊരു വഴിയാണ് ഓറഞ്ച് തൊലിയും ഓറഞ്ച് നീരും. നമുക്കറിയാം ഓയിൽ മസാജ് അത് ചർമ്മത്തിനാണെങ്കിലും മുടിക്കാണെങ്കിലും നമ്മുടെ ശരീരത്തിനാണെങ്കിലും ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകൾ നീക്കാനും പ്രായക്കുറവിനുമെല്ലാം ഓയിൽ മസാജ് ഗുണം ചെയ്യും. അത് നമ്മൾ ഈ പറഞ്ഞ ഓറഞ്ചിൻ്റെ തൊലിയിൽ നിന്നും ഉണ്ടാക്കുന്ന എണ്ണ കൂടിയാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് നല്ല നിറത്തിനും തുടുത്ത മുഖത്തിനും എല്ലാം സഹായിക്കും. ഇതിനായിട്ട് നാഗ്പൂർ ഓറഞ്ചിനെക്കാട്ടിലും നല്ലത് വലിയ നല്ല ഓറഞ്ച് നിറത്തിലെ തൊലിയോട് ലഭിക്കുന്ന ഓറഞ്ചാണ്. ഇതിൻ്റെ തൊലിയുടെ പുറം ഭാഗം നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതായത് നമുക്ക് ഒരു ഗ്രേറ്റർ വെച്ചിട്ട് ഉരച്ചെടുക്കാം. ഓറഞ്ചിൻ്റെ ഉൾഭാഗം നീക്കാതെ ഇതുപോലെ ഉരച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന ഓറഞ്ചിൻ്റെ തൊലി ഒരു ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ജാറിലോ ഇട്ട് വയ്ക്കാം. ഇതിന് മീതെ നമുക്ക് ഒലിവ് ഓയിൽ ഒഴിക്കാം. തൊലിക്ക് മീതെ നിൽക്കും വിധം വേണം ഈ ഓയിൽ ഒഴിക്കാനായിട്ട്. ഒലിവ് ഓയിൽ നമുക്കറിയാം സൗന്ദര്യത്തിനും മുടിക്കും ആരോഗ്യത്തിനും എല്ലാം ഏറെ നല്ലതാണ്. ആരോഗ്യകരമായ കൊഴുപ്പുകളുടെ ഉറവിടം കൂടിയാണ് ഒലിവ് ഓയിൽ. നമ്മുടെ സ്കിന്നിന് തിളക്കവും അതുപോലെ സോഫ്റ്റ്നെസ്സും ഒക്കെ നൽകുന്ന ഒന്നുകൂടിയാണ്. ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഒരു കലവറ കൂടിയാണ്. ഈ ഓയിൽ ഇതേ രീതിയിൽ 2-3 ദിവസം വെച്ച് ഇത് ഊറ്റിയെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. തൊലി ചീയും മുൻപ് തന്നെ നമുക്കത് ഊറ്റി മാറ്റി എടുക്കണം. ഈ ഓയിൽ മുഖത്ത് പുരട്ടി ദിവസവും മസാജ് ചെയ്താൽ നമുക്ക് നന്നായിട്ട് മുഖത്ത് അതിൻ്റെ മാറ്റം കാണാനായിട്ട് സാധിക്കും. ഇത് തന്നെ നമുക്ക് ഒലിവ് ഓയിലിന് പകരം വെളിച്ചെണ്ണ ഉപയോഗിച്ചും തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്ത ഓറഞ്ചിൻ്റെ തൊലിയും വെളിച്ചെണ്ണയും കൂടി ഒരു ഗ്ലാസ് ജാറിലോ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലോ ആക്കുക. എന്നിട്ട് ഇത് ഡയറക്റ്റ് ചൂടാക്കാതെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വെച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് നല്ല ഓറഞ്ച് നിറം ആകുമ്പോഴേക്ക് നമുക്കത് മാറ്റി വെക്കാം. എന്നിട്ട് അത് തണുക്കുമ്പോൾ ഊറ്റിയെടുത്തിട്ട് ഒരു ഗ്ലാസ് ബോട്ടിൽ നമുക്ക് അടച്ച് സൂക്ഷിച്ച് വെക്കാം. ഇത് നമ്മൾ മുഖം മസാജ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാം. നമ്മളിങ്ങനെ തയ്യാറാക്കുമ്പോൾ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ആയിരിക്കണം എടുക്കേണ്ടത്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഉരുക്ക് വെളിച്ചെണ്ണയാണെങ്കിൽ അതൊന്നും കൂടെ ഫലം ചെയ്യും. ഇത് കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മുഖത്തിന് നല്ല നിറം ലഭിക്കുന്നതായിട്ട് കാണാം. നമ്മുടെ മുഖം തുടുക്കാനും നല്ല കവിളുകൾ ഉണ്ടാവാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. മുഖത്തെ ചുളിവുകൾ നീങ്ങാനും മുഖത്തിന് നല്ല സോഫ്റ്റ്നെസ് ലഭിക്കാനും എല്ലാം ഇത് ഏറെ നല്ലതാണ്. മുഖം മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും താഴെ നിന്ന് മുകളിലേക്ക് മാത്രം മസാജ് ചെയ്ത് കൊടുക്കുക. ഇരു കൈകളുടെയും മുഷ്ടി ചുരുട്ടി പിടിച്ചിട്ട് കവിളിൻ്റെ അടിഭാഗത്ത് നിന്ന് മുകളിലേക്ക് ഉയർത്തി പിടിച്ച് അല്പനേരം പിടിക്കുക. എന്നിട്ട് നമ്മൾ സർക്കുലാർ മോഷനിൽ വേണം മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്. മുകളിൽ നിന്നും താഴേക്ക് ഒരിക്കലും മസാജ് ചെയ്യരുത്. അപ്പോൾ സ്കിൻ കെയറിനായിട്ട് ഇതുവരെ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.